ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഹണി റോസ് വേഴ്സസ് രാഹുൽ ഈശ്വർ എന്നുള്ള നിലയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിലും 24/7 സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളിലും ചർച്ച മാറിപ്പോകുന്നുണ്ട്. കമ്മിങ് ടു ദ കോർ ഇഷ്യൂ, ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ബെയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലേ? ചാൻസ് ഉണ്ട്. ഹൈ ചാൻസസ് ആണ് ഞാൻ കാണുന്നത്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ക്ലിപ്പാണ് ഞാനിവിടെ സൈഡിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രോസിക്യൂഷന് പറയാനുള്ളതും പ്രതിഭാഗത്തിന് പറയാനുള്ള പോയിന്റ്സുമാണ് അതിൽ നിരത്തിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മേ ബി ബോച്ചയ്ക്ക് ബെയിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് അത് പറയുമ്പോഴും എൻ്റെ മൈൻഡിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോച്ച ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഹണി റോസിനോട് നടത്തിയെന്നുള്ളത് നമുക്ക് പബ്ലിക്കിൽ അവൈലബിൾ അല്ല. മനസ്സിലായോ? അവർ കൊടുത്ത രഹസ്യമൊഴിയുണ്ട്. അത് രഹസ്യമൊഴിയാണ്. അതൊരിക്കലും ന്യൂസുകാർക്കോ നമുക്കോ കിട്ടില്ല. ആ രഹസ്യമൊഴിയിൽ അവൻ എന്തൊക്കെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളും പോയിന്റുകളും ആണ് പറഞ്ഞത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ ബെയിൽ. ഓക്കെ, അപ്പോൾ അതൊരു വഴിക്ക് നിൽക്കട്ടെ. എന്താണെങ്കിലും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പെർട്ടിക്കുലർ ബെയിൽ വരുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെന്തായാലും ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ബെയിൽ കിട്ടിയിട്ടില്ല. ഫൈൻ. ഇനി കമ്മിങ് ടു രാഹുൽ ഈശ്വർ ഇന്നുമായിട്ട് കുറേ മീഡിയാസിൽ കയറി ഇരുന്നിട്ട് ഈ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടു. ഒറ്റ ചോദ്യം പബ്ലിക്കിനോട് തന്നെ ചോദിക്കുക. ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി, സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി, ജിതേഷ് എന്ന് പറഞ്ഞ വ്യക്തി, രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളിത് കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമല്ലേ നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളത്, അല്ലേ? അതെ. നിങ്ങൾക്ക് ഒരു വസ്ത്രം ധരിക്കാൻ കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾക്കൊരു വസ്ത്രം ധരിച്ച് 10 ആളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾ ആ വസ്ത്രമല്ലേ ധരിക്കുക. അല്ല, വേറൊരാളുടെ ഡ്രസ്സ് അത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാനുള്ള ഒരു അവകാശം ഉണ്ട്. ധരിക്കാൻ പാടില്ല, അത് ധരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പോക്കിരുത്തരാണ്. അത് മാത്രമല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? രാഹുൽ ഈശ്വർ പറയുന്നത് വേറൊരു നടി ഇട്ട പോസ്റ്റിന്റെ ബേസിലാണ്. അതായത് ഇവിടെ വലിയൊരു സമൂഹത്തിലെ വലിയ ഒരു കൂട്ടം ആളുകൾ, സ്ത്രീകളടക്കമുള്ളവർ ഹണി റോസിന്റെ വസ്ത്രധാരണം, ഹണി റോസ് ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ട് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യാന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഈ പറഞ്ഞു വെക്കുന്ന രാഹുൽ ഈശ്വറിനോട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് പോയിട്ട് ചെയ്ത പരിപാടികൾ അത് കണ്ട മലയാളികൾ ആരും മറന്നു കാണില്ല. ഉണ്ടോ? അതിൻ്റെ കൂടെ മലയാളി എന്ന് ചേർത്തതിൽ അപമാനിക്കുന്നുണ്ട്. അതെ. നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരോടോ ഇന്നും മലയാളി ഹൗസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞത് അയ്യോ മറക്കുക അല്ലെങ്കിൽ മറന്നാ മതിയായിരുന്നു, ഇങ്ങനെ പോകണമെന്ന് പറയുമ്പോഴും വേറെയുള്ളവർ മറന്നാ മതിയായിരുന്നു. അതിനെക്കൊണ്ട് ആകെ ഉണ്ടായ ഉപകാരം എന്ന് പറയുന്നത് ആ സന്തോഷ് പണ്ഡിറ്റിനെ പോലെ നല്ലൊരു മനുഷ്യന്റെ സ്വഭാവം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് മാത്രമാണ്. അപ്പൊ അങ്ങനെ അതിലേക്ക് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടാണ് വരാം. എന്താണെങ്കിലും ഹണി റോസിന്റെ പരാതിയിൽ യൂട്യൂബർമാരും കുടുങ്ങും എന്നുള്ളൊരു ന്യൂസ് കൂടി ഉണ്ട്. ബിക്കോസ് ഹണി റോസിന്റെ കുറെ വീഡിയോസിൽ ഇപ്പോഴും ലൈക്ക് എന്താ പറയാ, തംബ്നെയിലിന്റെ സ്ഥലത്തൊക്കെ ഹണി റോസിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ വൾഗറായിട്ട് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, തംബ്നെയിലും സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇനി കമ്മിങ് ടു ദ കോർ, ഈ ഒരു ഇഷ്യൂ പബ്ലിക്കലി ഇപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെ ഹണി റോസിന് ഒരുപാട് പേര് സപ്പോർട്ടാണ്, നല്ല കാര്യമാണ് ചെയ്യുന്നത്, അടിപൊളിയാണ്. പക്ഷെ ഇന്ന് പ്രോപ്പറായിട്ടുള്ളൊരു PR നടക്കുന്നുണ്ട്. മനസ്സിലായോ? കാരണം ബോബി ചെമ്മണ്ണൂർ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ബോബി ചെമ്മണ്ണൂർ ഇത്ര പറഞ്ഞതിനാണോ, ഒരു കുന്തി ദേവി പറഞ്ഞതിനാണോ, അല്ലെങ്കിൽ ഇത് മാത്രം പറഞ്ഞതിനാണോ ഇത്രയും വലിയ പ്രശ്നം ഹണി റോസ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ, ഇത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, എല്ലാവരും കുന്തി ദേവി വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു വീഡിയോ ഹണി റോസിനെ കുറിച്ച് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഞാനിവിടെ പ്ലേ ചെയ്യാം. മാത്രമല്ല ആകാര വടിവത്ത ഹണി റോസിനെ പോലെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനും ഹണി റോസും ചേർന്ന് തലശ്ശേരി 18-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ലക്സ് ബ്യൂട്ടി പാർലർ പ്ലേ ഫിറ്റ്നസ് അരീനയിൽ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു, ബോച്ചെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാം, ഹണി റോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന്. ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാം, മാത്രമല്ല ഞാനാണെങ്കിൽ 1-2 നമ്പർ ഓഫ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഓണർ വിചാരിച്ചിട്ടുണ്ടാവും അതിന്റെ കുട്ടൻസ് പിടിയിട്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും, മാത്രമല്ല വികാര വടിവത്ത
ആകാര വടിവത്ത ഹണിറോസിനെ പോലെ ഉള്ള ഒരു സുന്ദരിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക എന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഹണിറോസ് ജിമ്മിൽ പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഈ ഇതാണ് ബോബി ചെമ്മണ്ണൂർ തലശ്ശേരി ഉണ്ടായ ജിം ഉദ്ഘാടനത്തിന്റെ റിലേറ്റഡ് ആയിട്ട് പ്രമോഷന് വേണ്ടി ഞാൻ വരുന്നേ ഉദ്ഘാടിക്കാൻ എന്ന് പറഞ്ഞ് ഇടേണ്ട സാധനം. അതായത് ഞാൻ വരുന്നുണ്ട് ഒപ്പം ഹണി റോസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇട്ടാ മതി ഇയാൾക്ക്. പക്ഷെ ഇയാളതല്ല, ഇയാളെ നാറിയ നാവ് കൊണ്ട് ഇയാൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറഞ്ഞത് കൂട്ടാനും കൂട്ടത് കുറയാം. ഇയാൾ ഇരുന്ന് ഇങ്ങനെ തൊലിഞ്ഞ കോമഡി പറഞ്ഞപ്പോൾ ഇത് തിരിച്ചു വരുന്നുള്ളത് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അഴകിനും ആകാര വടിവിനും എന്നാണ് പറയേണ്ടത്. അയാൾക്ക് അറിയാം, കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. 2 പ്രാവശ്യം അതുകൊണ്ട് പറയണത്. അതായത് ആ വീഡിയോയുടെ തുടക്കത്തിൽ ആ സാധനം കൊണ്ടു വെച്ചു. മനസ്സിലായോ? അതല്ല, അതൊക്കെ ആളുകൾക്ക് രസിക്കുന്നു വിചാരിച്ചിട്ട് എങ്ങാണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇയാളെ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെ രസിപ്പിക്കാൻ അത് എൻഡോസ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ ചെറ്റത്തരം. ഞാൻ ഒരു കാര്യം ഇവിടെ, ഇപ്പം നമ്മളെ വീട്ടിലുള്ള ഒരാളെയാണ് ഇയാൾ ഈ മറ്റേ വർത്താനം പറഞ്ഞത്. ഇപ്പം ഈ പറഞ്ഞ വർത്താനം പറഞ്ഞെന്നുള്ളത് നമുക്ക് പൊള്ളൂലടി. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. പിന്നെ ഈ ഒരു കേസിന്റെ ബേസ് കിടക്കുന്നത് ഈ ഒരു ഉദ്ഘാടനത്തിന്റെ അവിടെയാണ്. മനസ്സിലായോ? ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് ഹണി റോസ് ഇതിന്റെ കമ്മിറ്റിക്കാരെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ സീനുണ്ട്, ഇനി എന്ത് ചെയ്യില്ല, ഇനി ഞാൻ വരില്ല. അതിനൊരു കാരണമുണ്ട്. ഇയാൾ അവിടെ പോയി മറ്റേ ഈ ജിമ്മിൽ നിന്ന് പറഞ്ഞ വർത്താനം എന്താ പറയുക നിങ്ങൾക്ക്? ഫിറ്റ്നസിന്റെ പേര് പ്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക. കണ്ട, ഇതിൽ ഹണി റോസിന്റെ ഫേസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒപ്പം ആ സ്ത്രീയെ വെച്ചുകൊണ്ടാണ് ഇയാൾ ഇമ്മാതിരി ഡബിൾ മീനിങ് കൊണ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരോടാണ് പറയാനുള്ളത്. ഇപ്പം പലരും വന്ന് പറയുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂർ എന്താ ഡബിൾ മീനിങ് അല്ലേ പറഞ്ഞുള്ളൂ, ഡബിൾ മീനിങ് അല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ പറയുന്നവരോട്, എടേ ഒരാളെ കുത്തിക്കൊല്ലുന്നതിനേക്കാ ക്രൂരതയാണ് അയാളെ ഇഞ്ചിഞ്ചായിട്ട് നാവ് കൊണ്ട് കൊല്ലുന്നത്. അല്ലേ? ആണോ അല്ലേ? ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, കലാപം ഉണ്ടാക്കുക, കലാപത്തിന് ആഹ്വാനം ചെയ്യുക. എന്തിനാ ആഹ്വാനം ചെയ്യണതിന് കേസ് എടുക്കണേ? ഇല്ലേ? ഇപ്പോൾ ആത്മഹത്യ ഉണ്ട്, ആത്മഹത്യ പ്രേരണയുണ്ട്. 2 കേസില്ലേ? സെയിം പരിപാടിയല്ലേ? ഇയാൾ ഈ ഹണി റോസിനെ കുറിച്ചിട്ട് കുന്തി ദേവിന്നും ഹണി റോസിന്റെ കുറയ്ക്കലും കൂട്ടലും ഈ ആകാര വടിവിന് പകരം മറ്റേ ഇയാളെ ഈ വർത്താനം കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു തരം ഒരു പ്രത്യേക തരം സുഖം ഉൾക്കൊണ്ട് ഈ പറഞ്ഞ ഹണി റോസിന്റെ പോസ്റ്റിനടിയിൽ പോയിട്ട് കമന്റ് ഇടുന്ന ഒരു തരം PR ഇയാളയിലുണ്ട്. പോലീസ് അന്വേഷണത്തിലാണ്. അത് കേൾക്കുമ്പോൾ സൂഹിക്കുന്ന കുറെ ആൾക്കാരും ഇത് പറയുമ്പോൾ സൂഹിക്കുന്ന ബോച്ചയാണ്. അതാണ് അത് പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടാവുമായിരിക്കും. ഹണി റോസ് ഇയാൾക്ക് ഈ ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആളുകളോട് ഇയാൾ അപ്രോച്ച് ഇങ്ങനെയാണ്, ഇയാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് അവരവിടെ പോയി പറഞ്ഞു കൊടുത്തു. അതിൽ പൊള്ളിയ ബോച്ചെ അയാളുടെ PR ടീമിനെ ഇറക്കി വിട്ടു എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷണത്തിലുണ്ട്. മനസ്സിലായോ? കളികൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ പോലീസുമായിട്ട് കുറച്ച് അങ്ങനെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ അറിയുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നു. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഇത് വേറൊരു തരത്തിലേ പോകുന്ന കേസാണ്. ഈ കേസിനെ വഴി തെറ്റിച്ച് വിടാനാണ് ആര് വന്നിറങ്ങിയിരിക്കുന്നത്? രാഹുൽ ഈശ്വർ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് രാഹുൽ ഈശ്വറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹണി റോസ് ഇട്ട പോസ്റ്റാണ്. ഒന്ന് വായിക്കും. തങ്ങളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം. ശ്രീ രാഹുൽ ഈശ്വർ. നമ്മൾ രാഹുൽ ഈശ്വറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും വിത്ത് ഓൾ റെസ്പെക്ട് പറയും. വായിക്കൂ. ശ്രീ ജിതേഷ്. താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ 2 ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടുകൂടി രാഹുൽ നിൽക്കും. തികച്ചും വ്യക്തം. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യം ആക്കും. നമ്മൾ കണ്ടതാണ്. വേറൊരു പ്രമുഖ നടന്റെയും നടിയുടെയും ഒരു കേസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. പർദ്ദയായിരിക്കും. സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണവും അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്.
എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. അതെ, പർദ്ദയിട്ട് പോയാൽ മതി. ഓക്കെ. അപ്പോൾ വസ്ത്രധാരണത്തിനെ കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞതിന് റിപ്ലൈ ആയിട്ട് ഹണി റോസ് പറഞ്ഞ കാര്യങ്ങൾ, ഇതിൽ ഈ ക്ഷേത്രം റിലേറ്റഡ് ആയിട്ട് കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മൈൻഡിലൊരു കാര്യം. ഈ അടുത്ത് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ ഒരു ഡിബേറ്റ് എനിക്ക് ഓർമ്മ ഉണ്ടാവും. സനാതന ധർമ്മം, പിണറായി വിജയൻ, സച്ചിദാനന്ദ സ്വാമി ഷർട്ട് ഇട്ടിട്ട് അമ്പലത്തിലേക്ക് കയറുന്ന ഒരു ചർച്ച. ഈ ചർച്ചകളും വിവാദമൊക്കെ വരുന്നതിന് മുമ്പ് അതായിരുന്നു വിവാദമായിട്ട് കത്തിക്കൊണ്ടിരുന്ന മാറ്റർ. ഇപ്പം അത് മുങ്ങിപ്പോയി. അന്ന് ഈ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിൻ്റെ കുറേ അനുഷ്ഠാന ആചാരങ്ങളാണ് ഈ ഷർട്ട് ഇടാതെ മേൽവസ്ത്രം ധരിക്കാതെ പുരുഷന്മാർ അമ്പലത്തിൽ, ചില അമ്പലത്തിൽ സമ്മതിക്കും, ചില അമ്പലത്തിൽ സമ്മതിക്കില്ല. അന്ന് ആ സമയത്ത് ഇയാൾ ഘോര വാദിക്കുന്നുണ്ടായിരുന്നു, ഏത് ഷർട്ട് ഇടരുത്, ആചാരമാണ്, അനുഷ്ഠാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു സൈഡിൽ വസ്ത്രധാരണത്തിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് ഒരാളുടെ ഒരു പേഴ്സൺ ദൈവത്തിന് മുന്നിലാണെങ്കിൽ ഒരാൾ ഇൻസെക്യൂർ ആവുകയാണ്. നമ്മൾ എന്തിനാ ഡ്രസ്സ് ഇടുന്നത്? നമ്മളെ കോൺഫിഡൻസ് കൂടാനും. നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ ഡ്രസ്സ് ഇട്ട് കിടക്കും. നമ്മളെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും എനിക്ക് എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികളുള്ളപ്പോൾ നമ്മൾ ഇട്ട് കിടക്കും. ഇല്ല, കുറവായിരിക്കും. ഇട്ട് നടക്കുന്നവരും ഉണ്ടാവും, പക്ഷെ കുറവായിരിക്കും. എല്ലാവരും കാഷ്വലായിട്ട് നമ്മൾ ഏറ്റവും കോൺഷ്യസ് അല്ലാതെ ഷർട്ടോ കൂടി നടക്കുന്ന എവിടെ? വീട്ടിലെ റൂമിൻ്റെ ഉള്ളിൽ. അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ? ഞാനൊരാണാണ്, എൻ്റെ ദേഹത്തും നിറച്ച് രോമമുണ്ട്. എനിക്ക് വേറെ ആളുടെ മുന്നിൽ എനിക്ക് ബനിയനോ ഷർട്ടോ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്താ പറയുക, ഐ ഫീൽ ലൈക്ക് ഇത്രയും രോമമുള്ള പിന്നെ ഈ ഇവന്മാരിത് കണ്ടു കഴിഞ്ഞിട്ട് എന്തൊരു രോമേശം തോന്നുമോ എന്നുള്ളത് എനിക്കുള്ളിൽ ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ പണ്ടാണെങ്കിലും അമ്മയൊക്കെ നിർബന്ധിക്കുമ്പോൾ എനിക്ക് ഷർട്ടും ഇതൊക്കെ അഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ദേഹത്ത് പാടുള്ളവരുണ്ടാവും, ഇല്ലേ? ദേഹത്ത് വല്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അതായത് നമ്മളെ ദേഹം വേറൊരാൾ കാണും എന്നുള്ളൊരു ബോധർ തലയിലുള്ള ഒരാൾക്ക് അമ്പലത്തിലാണെങ്കിൽ പോലും ദൈവത്തിന് മുന്നിലാണെങ്കിൽ ഇത് അഴിക്കാൻ ഒരു മടി കാണും. അവർക്ക് വരെ ബോഡി ബിൽഡ് ചെയ്തവർക്ക് വരെ അഴിക്കാൻ മടി കാണും ചില സമയത്ത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ അമ്പലം നിയമം ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറേണ്ട കാര്യങ്ങളല്ലേ. അവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെ സദാചാരം പറയുന്ന ഒരു രാഹുൽ ഈശ്വരാണെങ്കിൽ ആണുങ്ങളെ സദാചാരത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഇപ്പം രാഹുൽ ഈശ്വരൻ എങ്ങനെ സംസാരിക്കുക അറിയോ? പൊതുസമൂഹത്തിൻ്റെ വികാരം. ഞാൻ ഈ പൊതുസമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരുന്നത് അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് വേണ്ടി രാഹുൽ ഈശ്വർ സംസാരിക്കുമോ? എനിക്ക് കംഫർട്ടബിൾ അല്ല. എൻ്റെ ശരീരം വേറെ അന്യ സ്ത്രീകൾ കാണുന്നു, അന്യ പുരുഷന്മാർ കാണുന്നു, ഞാൻ കംഫർട്ടബിൾ അല്ല. മനസ്സിലായോ? രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ റെഡിയാക്കി വെച്ച കുറച്ച് ആൾക്കാർ. അത് മാത്രമല്ല, അയാളാണ് സമൂഹം, അയാളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. മൂപ്പരുടെ അഭിപ്രായങ്ങൾ മൂപ്പർക്കില്ല. മൂപ്പര് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. അല്ല, അയാൾക്ക് എപ്പോഴും രണ്ട് സ്റ്റാൻഡാണ്. ഒരു കാര്യത്തിനെ കുറിച്ചല്ല രണ്ട് കാലിലും വെള്ളത്തിൽ കാലിട്ടിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പൊ ഇയാളുടെ കാര്യങ്ങൾ അയാളെ റിലേറ്റ് ചെയ്ത് അയാളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അയാൾക്ക് ഷർട്ട് ഇടാത്തതൊന്നും ഒരു വിഷയമല്ല, ഒരു വിഷയവുമല്ല, ഒരു പ്രശ്നവുമല്ല. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിലെ മാന്യതയെ ഒരു കോല് വെച്ച് അളക്കുകയാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വർ, ഞാനൊരു ചോദിച്ചു നോക്കിയിട്ട്, ഈ ഡ്രസ്സ് ഹണി റോസ് വീട്ടിലിരുന്നിട്ട് തുന്നി ഉണ്ടാക്കുന്നതാണോ? അല്ലല്ലോ. കടയിൽ വിൽക്കാൻ വെച്ചത് ഇവർ വാങ്ങുന്നതോ ഒരു ഡിസൈനർ ഇയാൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഈ ഡ്രസ്സിങ്ങിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് രാഹുൽ ഈശ്വറിന് പറയാൻ പറ്റൂ? രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി ഡ്രസ്സിലൂടെ നോക്കുന്നത് ഹണി റോസിൻ്റെ എങ്ങട്ടായി എന്താ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇനി പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ഡ്രസ്സിങ് ഓക്കെ, ഈ പറഞ്ഞ ഹണി റോസിൻ്റെ ഉദ്ഘാടന വീഡിയോ ഫോട്ടോസ് ഇതൊന്നും ഹണി റോസ് PR-നെ കൊണ്ടുവന്ന് വെച്ച് ക്യാമറ എടുത്ത് വീഡിയോ എടുപ്പിക്കുന്നതാണോ? ഇവിടുത്തെ ചാനലുകൾ ഇപ്പോൾ ഒരു നടി നടന്നു പോകുന്നു, എത്രയോ നടിമാർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞങ്ങളെ ഈ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഞങ്ങൾ ഈ ആംഗിളിൽ വെച്ചിട്ട് ക്യാമറ വെക്കുന്നു, ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് അവർ ക്യാമറ വെക്കുന്നു, ഞങ്ങൾ അൺകംഫർട്ടബിൾ ആണ്. അപ്പം നാട്ടുകാരിലേക്ക് ഈ വ്യക്തിയുടെ ഇത്രയും ആംഗിൾസ്, ഇപ്പോൾ സാരി ഉടുത്തു പോയാൽ വയറിൻ്റെ ഈ ഭാഗം മാത്രം കാണിക്കുന്ന മീഡിയ ഇവിടെ ഇല്ലേ? ഇല്ലേ? അവിടെ വെച്ച് വീഡിയോ എടുക്കുന്ന ആൾക്കാരില്ലേ? അത് വിചാരിച്ചിട്ട് ആ സാരി ഉടുത്തു പോയ ആൾ സദാചാരത്തിന് എതിരായിട്ട് അവർ അയ്യോ ഇതാ ഭാരതത്തിന്റെ എല്ലാ മഹത്വവും കളയുന്ന രീതിയിൽ സാരി എടുത്ത് പോയി ആ പെണ്ണിനെ പറയാൻ പറ്റുമോ? മാത്രമല്ല, ഈ ഹണി റോസിന്റെ ഒരു പ്രൊഫഷണലിസവും അതുപോലെ ഒരു മാന്യത ആലോചിച്ചൊക്കെ ശരിക്കും വേറൊരു പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ബോച്ചന്റെ കാരണം ബോച്ചുണ്ടാവും. അപ്പോൾ ഇമാര് വർത്താനൊക്കെ പറയുമ്പോൾ അവർ ആ മാന്യത വിട്ട് അവർ ചിരി പോലും അവരൊന്നും പോയില്ല. അവർ ആ ചിരിച്ച് നിന്ന് എല്ലാവരും വിചാരിച്ചു അവർ ചിരിച്ച് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ ആ ഒരു പ്രൊഫഷനെ മാനിച്ചുകൊണ്ടും അവർ വന്നത് എന്തിനാന്ന് മറക്കാതെ അവർ ഡീൽ ചെയ്തു. അത് അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ കമന്റ് ബോക്സിൽ വരുന്ന മണ്ടന്മാരെങ്കിലും മനസ്സിലാക്കണ്ടേ, ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി എടുത്തു വരുന്ന വസ്ത്രത്തിൻ്റെ ഡിഫറെൻ്റ് ആംഗിളുകളും ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അയാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ച് എടുക്കുമ്പോൾ അത് നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒരു കാര്യം, ഹണി റോസ് വരുന്നു സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു ക്യാമറ വെച്ചിട്ട് ഹണി റോസിൻ്റെ എല്ലാ ഉദ്ഘാടനവും ഇങ്ങനെ നേരെയായിട്ട് കറക്റ്റ് ആ രീതിയിൽ ഒരു പ്രൊഫഷണൽ ഷൂട്ട് പോലെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ?
ഒരു പരിധി വരെ ഇല്ലല്ലോ. എന്താ പറയുക, ഈ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കും ഈ ഫോട്ടോ കുറച്ച് ആൾക്കാർ കാണുക, അതിന് കുറച്ച് ഈ സുഖം കൊണ്ട് ആൾക്കാർ വരുന്ന അങ്ങനെ വന്നാലും അവർക്ക് ഗുണമുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിൽ ഫോട്ടോ എടുക്കുന്നത്. നാളെ ഇനി ഹണി റോസ് പർദ്ദ ഇട്ട് വന്നാലും പർദ്ദ കാറ്റത്ത് പാറുമ്പോൾ അത് ദേഹത്ത് ഒട്ടും. ആ ഒട്ടിയത് മാത്രം ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇടും. അപ്പോഴും തെറി ആര് കേൾക്കും? ഹണി റോസ് കേൾക്കും. അല്ല, ഈ ബോച്ചേനെ പോലെ പ്രശ്നമുള്ള ആളുകളാണ് ഈ ഫോട്ടോ എടുക്കാനുണ്ടാവുക. അത് കോമഡി എന്നറിയോ? ബോച്ചേന്റെ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ ഈശ്വറിന് തോന്നുന്നതാണ് ഇപ്പൊ അതൊരു പൊട്ട വേഷമെന്ന് തോന്നുന്നവർ, അവര് ഡ്രസ്സല്ല നോക്കുന്നേ, ആ വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് നിങ്ങളെ കണ്ടുപോകുന്നത്. മനസ്സിലായോ? നിങ്ങളൊരു വ്യക്തിയുടെ ഡ്രസ്സ് നോക്കിയിട്ടല്ല നിങ്ങൾ വിമർശിക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയുടെ ശരീരം നോക്കിയിട്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭാരതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു വേറെ ഒരാളുടെ ശരീരം നോക്കാൻ? അല്ലേ? ഒരു ചോദ്യം തന്നെയല്ലേ? എന്തിനാണ് അവരെ ശരീരം നോക്കുന്നേ? അവരാ ഡ്രസ്സിലൂടെ അവരെ ശരീരം പ്രദർശിപ്പിക്കുന്നു. ശരീരമാണോ നിങ്ങൾ കാണുന്നേ? ഒരുമാതിരി മറ്റോടത്തെ പേര്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഇട്ട പോസ്റ്റ്, പ്രിയപ്പെട്ട ശ്രീ കുമാരി ഹണി റോസ്, താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമാ കരിയറിനും ബഹുമാനം നേരുന്നു. ബോയ് ഫ്രണ്ട് എന്ന താങ്കളുടെ ആദ്യ സിനിമയിൽ എൻ്റെ സുഹൃത്ത് നാഷ് ഖാൻ വില്ലനായി അഭിനയിച്ചിരുന്നു. ഹണിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാരിൽ നിന്നും ബഹുമാനത്തോടെയുള്ള ഒരു വിമർശനം ഫീഡ്ബാക്ക് ആയി ഇതെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും ഡ്രസ് കോഡ് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. വത്തിക്കാനിൽ പോയ ഡ്രസ് കോഡ് വരെ ഇദ്ദേഹം നോക്കിയിട്ടുണ്ട്. ആ ഡ്രസ് കോഡ് വരെ സീനില്ല. അവിടെ അമ്പലത്തിൽ ഹാഫ് ന്യൂഡായിട്ട് ആണുങ്ങൾ കയറുന്നത് വിഷയമില്ലാത്ത ആളാണ്. ഡ്രസ് കോഡ്. ഭാഷയിൽ എൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ നന്ദി അർപ്പിക്കുന്നു. സ്ത്രീ ശരീരം കണ്ടാൽ നിയന്ത്രണം പോകുമോ എന്ന ചോദ്യം താങ്കളുടെ മനസ്സിലെ ദേഷ്യത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഹണിക്കെതിരെ ഒരു സ്ത്രീക്കുമെതിരെ ഉള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ താങ്കൾക്കെതിരെയുള്ള വസ്ത്രധാരണത്തിലെ വിമർശനങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് നിയന്ത്രണ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല, പകരം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരം ആളുകളുണ്ട്. കുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബം എന്നിവർ ഉള്ളത് കൊണ്ടാണ്. അല്ലേ? ആരൊക്കെയാണ്? അവിടെയാണ്. ഇനി ബാക്കിയുള്ളത് നമ്മൾ വായിക്കല്ലേ? വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകകളാണ്. അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചയെ 1 വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി താങ്കൾ ചിന്തിക്കണം. ഹണി ഉന്നയിച്ച പോയിന്റ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തു. ലൈംഗിക ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്ന പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. കൺഗ്രാസ്. സിനിമയിലും ഇത് ബാധകമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രാക്കറ്റിൽ കലാകാരി എന്ന നിലയിൽ വിമർശനം സ്വീകരിക്കാനും വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണാനും സാധിക്കട്ടെ. ജനുവരി 10 ഇറങ്ങുന്ന റേച്ചൽ സിനിമയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. രാഹുൽ ഈശ്വർ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ആ പോയിന്റ് നമുക്ക് അവിടെ വെക്കട്ടോ. അതിന് നമുക്ക് വരാം. ഏത് ഈ പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബക്കാർ, ഇതൊക്കെ നമ്മൾ വരാം. ഇതിൽ മൂപ്പരി അവസാനം പറഞ്ഞു വെച്ച 2 സാധനങ്ങൾ വേറാണ്. ഒന്ന് ലാലേട്ടൻ്റെ സിനിമയിൽ, മോൺസ്റ്റർ സിനിമയിലുണ്ടായ ആ ഡബിൾ മീനിങ് സാധനം, അത് ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാവരും, ലാലേട്ട ഫാൻസ് അടക്കം അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇത് വെറും വൃത്തികേടാണ്. അതിൽ ഹണി റോസ് അഭിനയിച്ചു, അതിൻ്റെ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഇത് കണ്ടില്ലേ, ഡയലോഗ് കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ആ ഡയലോഗ് ഡെലിവറി ചെയ്യാനും അല്ലെങ്കിൽ ആ ഡയലോഗ് പറയാനും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി റെഡി ആയല്ലോ. അതെ. എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനൊരു ഡയലോഗ് സിനിമയിൽ മോഹൻലാൽ ഇത് പറയാൻ റെഡി ആയേ എന്നുള്ള ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് മോഹൻലാലിനോട് ചോദിക്കുന്നില്ല? പേടിയാണോ രാഹുൽ ഈശ്വറിന്? ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, ജെനുവിൻ ക്വസ്റ്റ്യൻ. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ നാളെ ഒരു വീഡിയോ ഇട്ടിട്ട്, മിസ്റ്റർ മോഹൻലാൽ, നിങ്ങളുടെ പടത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഇത്രയും മ്ലേച്ഛവും മോശവുമായിട്ടുള്ളൊരു ഡയലോഗ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വെള്ളം തൊടാതെ അത് വിഴുങ്ങി ആ സ്ത്രീക്കെതിരെ ആ സിനിമയിൽ പറഞ്ഞു എന്ന് ചോദിക്കാനുള്ള ആർജവം കാണിക്കണം മിസ്റ്റർ രാഹുൽ ഈശ്വർ.
അല്ല, അയാൾ അതിന്റെ ബോച്ചേന്റെ ഉത്തരവാദിത്വം മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാത്തത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, യു ആർ സോ പത്തറ്റിക്. എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്തത് പ്രായമായ കുട്ടികൾ, പ്രായമായവർ. ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. വിത്ത് ഓൾ റെസ്പെക്ട് ടു ദിസ് പേഴ്സൺ, ഞാനിവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാണ്. മലയാളി ഹൗസിൽ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച രാഹുൽ ഈശ്വറിന് എന്ത് ധാർമ്മികതയുണ്ട് ഇവിടെ ഇതിനെതിരെ സംസാരിക്കുവാൻ? ആ വിമർശനം പൂർണ്ണമായി എന്തായാലും മറൈൻ ഡ്രൈവിൽ മലയാളി ഹൗസിനുള്ളിൽ നടന്നതിനേക്കാൾ കൂടുതലൊന്നും മറൈൻ ഡ്രൈവിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ സദാചാര കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ തന്നെ സ്വന്തമായി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആ വാദം വീക്കായി. കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് അധികമായി പോയി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ എടുത്തതാണ്. പലതും വെളിയിൽ വന്നിട്ടുള്ളൂ കാര്യം. അല്ല, പക്ഷെ വെളിയിൽ വന്നിട്ടേ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാതിരുന്നാൽ എന്തും ചെയ്യാം. അങ്ങനെയല്ല. അകത്തു നിന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ പലതും ഉള്ളിൽ നിന്ന കാര്യം അല്ല വെളിയിൽ വന്ന് നമ്മൾ മനസ്സിലാക്കി. വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു, ആ ചോദ്യം അംഗീകരിക്കുന്നു. അതിലെ പല കാര്യങ്ങളും അമിതമായി പോയെന്ന് വാദിച്ചാൽ എതിർക്കാൻ ബുദ്ധിമുട്ടതിനപ്പുറത്തേക്ക് സമ്മതിക്കുമോ അത് അമിതമായി പോയി എന്ന്? തീർച്ചയായും നോർത്ത് ഇന്ത്യൻ പ്രതിക്രിയാവാദോ എന്താണ് അങ്ങനത്തെ എന്നൊരു സാധനം. അതായത് നമുക്ക് പറയാം, നമുക്ക് ആർഗ്യൂ ചെയ്യാം, നമുക്ക് സദാചാരം പറയാം, എല്ലാം ചെയ്യാം. നമ്മളെ കയ്യിൽ നിന്ന് ഒരു വട്ടം പോയൊരു സാധനം പിന്നെ തിരിച്ചു കിട്ടില്ല. മനസ്സിലായില്ലേ? മലയാളികളെല്ലാവരും അന്ന് ഡിസ്കസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, ആ ഷോൻ്റെ അന്നത്തെ ടൈറ്റിലിന് എന്താണെന്ന് അറിയാം എനിക്ക്, സംസ്കാരം കപടമോ. ലിറ്ററലി യു ആക്സെപ്റ്റഡ്. ആ ആങ്കർ അവിടെ ഇരുന്ന് നിങ്ങൾ വറുത്ത് പൊരിച്ചില്ലേ മനുഷ്യ? ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നോർത്ത് ഇന്ത്യൻ പരിഷ്കൃതത്തിലേക്ക് പോയതാണ്. എന്ത് നോർത്ത് ഇന്ത്യൻ പരിഷ്കൃതം? എന്ത് നോർത്ത് ഇന്ത്യൻ പരിഷ്കൃതം? ഫോണും ഇല്ല, ഒന്നുമില്ല, മീഡിയ ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു. അപ്പോൾ ഉള്ളിനകത്തുള്ള സാധാരണ ഒരു മനുഷ്യൻ അത് പുറത്ത് ചാടി മലയാളികൾ കണ്ടു. മനസ്സിലായോ? അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്താ പറയുക, നമ്മൾ പറയണോണ്ടോ അല്ലെങ്കിൽ ചെയ്യണോണ്ടോ കുഴപ്പമില്ല. പക്ഷേ ഒരു എക്സ്ട്രീം ലെവൽ വിട്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആ സ്ത്രീയുടെ വസ്ത്രധാരണം, ആ സ്ത്രീ വസ്ത്രം ധരിക്കുന്നത്, ആ സ്ത്രീയുടെ വസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്നതിലും വേണം എന്ത് അല്ലേ, ഒരു ഉളുപ്പ്. അത് പറയാം, അത് നമ്മളെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അത് പറയാനുള്ള യോഗ്യത വല്ലതും നമുക്ക് ഉണ്ടോന്നും കൂടെ ഒന്ന് ആലോചിക്കണം. പറയണ ബോച്ചെ വേഴ്സസ് ഹണി റോസ് എന്ന ഒരു ദ്വന്ദ്വത്തിലേക്ക് കേരളത്തിലെ പല ആൾക്കാരും പോകുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അമിതമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെ അംഗീകരിക്കുന്നു. കുന്തി എന്ന ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി അദ്ദേഹം പ്രയോഗിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അമിതമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും അമിതമല്ലേ? ഈ കാണുന്ന ഒരാൾക്ക്, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹണി റോസിന്റെ വസ്ത്രധാരണം അമിതമാണെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? നമ്മൾ ആരെയാ പറ്റിക്കുന്നത്? ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കണ്ടേ? ഹണി റോസിന്റെ വസ്ത്രധാരണം, ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിക്കുന്ന പ്രവണത, ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഓവർ പ്രൊജക്ട് ചെയ്യാനുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് പ്രൊജക്ട് ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഹണി റോസ് ചെയ്യാറില്ലേ? എന്തോന്നാണ് ഇത്? എന്തിന് ശരീരഭാഗം പ്രൊജക്ട് ചെയ്ത് നോക്കുന്നത്? ഹണി റോസ് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോ രസമുണ്ടോ? നമുക്ക് വിഷ്വലി കാണാൻ രസമുണ്ടോ? ഉണ്ട്, ലൈക്ക് അടിക്കുക പോരാ. ഇല്ല, ഇഷ്ടപ്പെട്ടില്ലേ, കളഞ്ഞിട്ട് പോരാ. ശരീരഭാഗത്തിലേക്ക് സ്കാനർ വെച്ച് നോക്കാൻ നടന്നിട്ടല്ലേ? പിന്നെ ഇയാൾ പറയുന്നത് ഒരു മലയാളിയെങ്കിലും ചിന്തിക്കുന്നവർ അവരുടെ ഏതോ നൂറ്റാണ്ടിലെ ഉറങ്ങിക്കിടക്കുന്ന ടീംസ് ആയിരിക്കും. ഇനി ഈ വർത്താനൊക്കെ ഇരുന്നിട്ട് ഇപ്പത്തുള്ള ജെൻസി പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഓടിച്ചു വിടും. ഓടാടുന്നു എന്ന് പറയും എല്ലാവരും കൂടി. ഇയാളിപ്പോ ഇങ്ങനെ യൂറോപ്പിൽ പോവും? കുടി പോയല്ലോ നിങ്ങള്, ആകെ പെടൂല്ലോ നിങ്ങള്. ഇവിടെ എല്ലാം അഡാപ്റ്റ് ചെയ്യുന്നത് എവിടുന്നാ? ഫോറിൻ കൾച്ചർ ആകുമ്പോ പിന്നെ ആൾക്ക് കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. അയാള് അല്ല കേരളത്തിന്റെ എന്തോ ഒരു സാധനം അത് വിദേശത്തിന്റെ അല്ല നോർത്ത് ഇന്ത്യന്റെ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്ന് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. മലയാള മുസ്ലിം അങ്ങനെയാ ചെയ്തേ. ഞാൻ കേരളം പറഞ്ഞു, നോർത്ത് ഇന്ത്യ കേരളം എന്നുള്ളത് മറന്നും പോയി. നോർത്ത് ഇന്ത്യ തന്നെയല്ലേ ഭാരതത്തിന്റെ സംസ്കാരം. അതിനു വേണ്ടിട്ട് ഇത് 24 മണിക്കൂർ ഇരുന്ന് കരാറിന് പറയുന്ന ആളാണ്. സീ മാൻ, ഇങ്ങനത്തെ ഒക്കെ ടോക്സ് നിങ്ങളത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അല്ലേ കൊള്ളാലോ, രാഹുൽ ഈശ്വർ കൊള്ളാമെന്നോ. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളെ പരിപാടി എന്തറിയോ, എവിടെയാണ് ക്രൗഡ് സപ്പോർട്ട് എന്നുള്ളതൊന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കും കുറച്ച് ദിവസം, എന്നിട്ട് അവിടേക്ക് അങ്ങോട്ട് ചായും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് പറഞ്ഞ് കുറച്ച് വിസിബിലിറ്റി കിട്ടുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഓപ്പോസിറ്റ് വേണ്ടടേ ആരെങ്കിലും അതിനുവേണ്ടി വന്നിരുന്ന് മെഴുകുന്നതായിട്ടും ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇവിടെ ലിറ്ററലി അതാണ് സംഭവിച്ചത്. ഓക്കെ,
ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹണി റോസിനോട് മാത്രമൊന്നുമല്ല, നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്ക്. അയാൾ മറ്റേ കളിച്ചിട്ട് ചെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഗെയിമുണ്ട്, ഓൺലൈൻ ഗെയിമുണ്ട്. ആ ഓൺലൈൻ ഗെയിം കളിച്ച് ജയിച്ചവർക്ക് ചെക്ക് കൊടുക്കാൻ വേണ്ടി വന്ന് നിർത്തിയിട്ട് പെൺകുട്ടികളോട് കല്യാണം കഴിഞ്ഞോ, കളിച്ചതാണോ, കളിച്ചിട്ടുണ്ടോ, ഇനിയും കളിക്കുമോ, ഇങ്ങനെയൊക്കെയാണ് അയാളെ ചോദ്യങ്ങൾ പോണത്. ആ പഴംപൊരി ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കുറെ മുന്നേ ആ ചേട്ടൻ്റെ മുന്നിൽ നിന്ന് പഴംപൊരി എടുത്ത് ചേച്ചീനോട്, ചേട്ടൻ്റെ പഴംപൊരി എപ്പോഴും ഇങ്ങനെയാണോ, ഉണങ്ങിയാണോ ഇരിക്കുന്നതെന്നൊക്കെ. എന്നിട്ട് ഇതൊക്കെ എൻഡോസ് ചെയ്യാൻ നടക്കുമ്പോൾ പിറ്റീന്നല്ലാതെ എന്ത് പറയാനാണ്? അല്ല, ശരിക്കും അയാളെ കാരണം പോകേണ്ടൊക്കെ സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹണി റോസ് വേണ്ടി വന്നു അയാളെ ഈ സംഭവങ്ങളൊന്നും. ഇതുകൊണ്ട് എന്താ അറിയോ, ഇവിടുത്തെ സർക്കാരും പോലീസും ഒരു അതിലൊക്കെ ഞാൻ പിണറായി വിജയൻ സംഭവിച്ചിട്ട് ഈ കേസിൽ, അതായത് ഈ കേസിൽ ഇയാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നു കേരള പോലീസ്. പണം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, പിടിച്ച് അകത്തിടും എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ പരിപാടി. ഓക്കെ, ഇത് ഓരോ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കും ഇതൊരു പാഠം തന്നെയാണ്. നാളെ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം, ഇയാൾക്ക് ഇതുവരെ വന്നു വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അപ്പുറം വരാം. ഇനി ഇതും പോട്ടെ, നമ്മുടെ ഇയാള് അച്യുതാനന്ദൻ സഖാവ് പണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് 2015 പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇയാളുടെ ഈ പറഞ്ഞ ഡബിൾ മീനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ബാക്കി ബിസിനസ് കാണിച്ച് ഇയാൾ കളിക്കുന്ന ഫ്ലോഡ് പരിപാടി അതിനെ കുറിച്ചിട്ട് അന്ന് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ കേസിൽ അയാൾ അകത്ത് പോകുമ്പോൾ അയാളെ ബാക്കി കാര്യങ്ങളോട് ഓഡിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്ലേ ചെയ്യണം വേണ്ടല്ലോ, അതിൻ്റെ പ്ലേ ചെയ്യാം. അത് നിങ്ങളെ തപ്പി നോക്കിയാൽ അച്യുതാനന്ദൻ എബൌട്ട് ബോബി ചെമ്മണ്ണൂർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ സാധനം. 12,000 കോടീൻ്റെ എന്തോ ഒരു സ്കാം പരിപാടി, അതിനെക്കുറിച്ച് അച്യുതാനന്ദൻ എന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രാഹുൽ ഈശ്വർ, നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മലയാളികളുടെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ ചിന്തിക്കുന്നത് മലയാളികളുടെ ഒരു ഫുൾ വോയിസാണ് നിങ്ങൾ, സൊസൈറ്റിയുടെ റിഫ്ലക്ഷനായിട്ട് ഞാനിരുന്ന് പറയുന്നു എന്നുള്ള രീതിക്ക് അത് സ്വയം പറയാൻ പഠിക്കും. ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം. അത് പറയാനാണ് രാഹുൽ ഈശ്വർ പോകേണ്ടത്. എല്ലാവരും കൂടി ഉത്തരവാദിത്തം രാഹുൽ ഏറ്റെടുക്കും. അത് രാഹുൽ ഈശ്വർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏറ്റെടുക്കണമെന്ന് രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തു വിടണം. ഞങ്ങളാണ് രാഹുൽ ഈശ്വറിനെ ഞങ്ങളെ ഐഡന്റിറ്റി ഏൽപ്പിച്ച്, ഇനി ഞങ്ങൾക്ക് വേണ്ടി രാഹുൽ ഈശ്വർ സംസാരിക്കും. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പറഞ്ഞോട്ടെ. അല്ലാതെ മലയാളികളിൽ ഒരു ബഹുഭൂരിപക്ഷം സൊസൈറ്റിയിലുള്ള ആളുകളും എന്ന് രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. യു ആർ നോട്ട് എ പൊളിറ്റീഷ്യൻ, യു ആർ നോട്ട് എ ലീഡർ. ഏതെങ്കിലും പാർട്ടിയിൽ ലീഡറോ പൊളിറ്റീഷ്യനോ ആണോ ഇങ്ങനെ? ഇല്ല, ഒരു ബുദ്ധിയുള്ള പാർട്ടിക്കാരും തോന്നുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ക്രിഞ്ചാണ് അടിക്കുന്നത് അല്ലേ, മോശമാണ്.